പതിറ്റാണ്ടുകളായി പോലീസിനെ ചുറ്റിക്കുന്ന ആ കുറിപ്പ് കേസ് വീണ്ടും അവസാനിപ്പിക്കുകയാണ്. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി രൂപസാദൃശ്യമുള്ള ടാക്സി ഡ്രൈവർ ചാക്കോയെ ചുട്ടരിച്ച് ഇപ്പോൾ ഇതിനകത്ത് എന്തായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ആ ഫോട്ടോ, സുകുമാരക്കുറുപ്പിന്റെ ഫോട്ടോ ഒന്ന് വെച്ച് നോക്കിക്കേ. സുകുമാരക്കുറുപ്പിന് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് അനുസരിച്ച് 1943 ഡേറ്റ് ഓഫ് ബർത്ത്. അത് വളരെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും പല കാര്യങ്ങൾ കേൾക്കുന്നല്ലാതെ ഇതുവരെ ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടില്ല. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് ആണ്. 4.5 പതിറ്റാണ്ടായി പോലീസിനെ കബളിപ്പിച്ച് കാണാമറയത്തുള്ള സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നതായുള്ള സംശയം ഇപ്പോൾ പുറത്തുവരുന്നു. നമസ്കാരം. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, സുകുമാരക്കുറുപ്പിനെ കിട്ടിയില്ല, പിടിച്ചില്ല. ഇതാണ് ഇപ്പോഴത്തെ ന്യൂസ്. ഇന്ന് രാവിലെയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ടത്. സുകുമാരക്കുറുപ്പിന്റെ ഈ കേസ്, ആ ഫയൽ തന്നെ അങ്ങ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അങ്ങനെ ആ കേസ് അങ്ങ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് 24 ഒരു വലിയൊരു ബിഗ് ബ്രേക്കിംഗുമായിട്ട് വന്നത്. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഒരു നല്ല സുമുഖനായ സുന്ദരനായ ഒരു വ്യക്തിയുടെ ഫോട്ടോയും കാണിച്ചിട്ടുണ്ട്. അത് സുകുമാരക്കുറുപ്പാണെന്നാണ് പറയുന്നത്. ഇതുവരെയും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷെ 24 കൃത്യമായിട്ട് പോലീസ് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യം, ക്രൈംബ്രാഞ്ചിന് കണ്ടുപിടിക്കാത്ത കാര്യം, ഇന്റർപോളിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കേസാണ് 24 കണ്ടുപിടിച്ചിരിക്കുന്നത്. സത്യമാണെങ്കിൽ 24 ഒരു കുതിരപ്പവൻ, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് രാവിലെ വന്ന ന്യൂസ് കേൾക്കാം. പതിറ്റാണ്ടുകളായി പോലീസിനെ ചുറ്റിക്കുന്ന ആ കുറിപ്പ് കേസ് വീണ്ടും അവസാനിപ്പിക്കുകയാണ്. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി രൂപസാദൃശ്യമുള്ള ടാക്സി ഡ്രൈവർ ചാക്കോയെ ചുട്ടരിച്ച് കടന്നുകളഞ്ഞ സുകുമാരക്കുറുപ്പ് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള മറ്റൊരു ശ്രമം കൂടി ക്രൈംബ്രാഞ്ച് അവസാനിപ്പിക്കുകയാണ്. IG അജിത ബിഹത്തിന്റെ നേതൃത്വത്തിലാണ് വീണ്ടും ഫയൽ പൊടി തട്ടിയെടുത്തത്. ഇന്നും കേരള പോലീസിന്റെ പട്ടികയിലെ പിടികിട്ടാപ്പുള്ളിയായ സുകുമാരക്കുറുപ്പ് മരിച്ചു, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. കുറുപ്പിനെ ഒടുവിൽ ഉത്തരേന്ത്യയിലെ ഒരു ആശുപത്രിയിൽ വെച്ച് കണ്ട മലയാളി നഴ്സ് രത്നമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു. AI സഹായത്തോടെ ചിത്രങ്ങളുണ്ടാക്കി വിവിധ ഏജൻസികൾക്ക് നൽകി. സോഷ്യൽ മീഡിയ പരിശോധന നടത്തി. ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ വർഷങ്ങളായി സുകുമാരക്കുറുപ്പ് ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ കുറിപ്പിനെ കുറിച്ച് തുമ്പൊന്നും കിട്ടാതെ ഫയൽ തൽക്കാലം അവസാനിപ്പിക്കാനാണ് നീക്കം. കുറിപ്പിനെ കുറിച്ചിട്ട് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഏകദേശം നമ്മൾ ഈ നീലക്കുറിഞ്ഞു പൂക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോരുത്തർ പറയും സുകുമാരക്കുറുപ്പിനെ അവിടെ കണ്ടു, സുകുമാരക്കുറുപ്പിനെ ഇവിടെ കണ്ടു എന്നൊക്കെ പറയുന്നതല്ലാതെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. കേരളത്തിലൊഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും സുകുമാരക്കുറുപ്പിനെ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നേരത്തെ നമ്മൾ ഒരുപാട് ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ കണ്ടു, ഇവിടെ കണ്ടു, അപ്പുറത്ത് കണ്ടു, ആശുപത്രി കണ്ടു, കടയിൽ കണ്ടു. അതിനുശേഷം വിദേശത്തേക്കായി, വിദേശത്ത് ദുബൈയിൽ പോയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ, UK അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓരോരോ സ്ഥലങ്ങൾ മാറി മാറി ജീവിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്നതല്ലാതെ ഇതിന് യാതൊരു തെളിവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ആ കേസ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാവിലെ കണ്ട ന്യൂസാണ്. തുമ്പൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞൊരു ഫയൽ അത് പിന്നെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെയും ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ. നമുക്കെല്ലാം അറിയാം, ഒരു പ്രായം മുതൽ നമ്മളെല്ലാരും കേട്ടു തുടങ്ങിയാണ് ഈ സുകുമാരക്കുറുപ്പിനെ. ഈ ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ തന്റെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചാക്കോയെ വധിച്ചതിന് ശേഷം സുകുമാരക്കുറുപ്പാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്. എന്തായാലും ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മുതലാണ് ഈ അന്വേഷണം തുടങ്ങിയത്. ഈ അന്വേഷണം തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ സുകുമാരക്കുറുപ്പ് ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. സുകുമാരക്കുറുപ്പിന്റെ പേരിൽ ഒരു സിനിമ വരെ ഇറങ്ങി. സുകുമാരക്കുറുപ്പ് ഇപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരു ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ്, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. ചിലർ പറയുന്നുണ്ട് കഴിഞ്ഞ 2023 കണ്ടു, 2020 കണ്ടു, 2019 കണ്ടു എന്ന് പറയുന്നതല്ലാതെ ശരിക്കും ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ കേസ് പോലീസ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ തീരുമാനിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് 24ന്റെ ആ ന്യൂസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ചെയ്യുന്നവരെ നോക്കിയിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഈ 24ന് അവരുടെ റേഞ്ചിൽ തന്നെ, അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൽ തന്നെ ഈ സുകുമാരക്കുറുപ്പ് അവിടെ ഉണ്ട് എന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത് ഇന്റർപോളിനെയോ അല്ലെങ്കിൽ പോലീസിനെയോ അറിയിച്ചിരുന്നെങ്കിൽ എപ്പോഴേ തൂക്കിയെടുക്കാമായിരുന്നല്ലോ. എന്തിനാണ് ഇത്രയും ദിവസം വെച്ചുകൊണ്ടിരുന്നൊരു ചോദ്യമാണ്. ഓക്കെ, 100-ലധികം കേസുകളുള്ളപ്പോൾ കുറിപ്പിന് പിന്നാലെ ഇനിയും പോയി സമയം കളയേണ്ടെന്നാണ് പോലീസ് ഉന്നതങ്ങളുടെ തീരുമാനം. ആലപ്പുഴ യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം 90കളിൽ ഗുരുതര ഹൃദ്രോഗവുമായാണ് കുറിപ്പ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അന്ന് കുറിപ്പിന് വയസ്സ് 40 കഴിഞ്ഞിരുന്നു. 40 വർഷത്തിനു ശേഷം കുറിപ്പ് ജീവിച്ചിരിക്കാനുള്ള സാധ്യത ക്രൈംബ്രാഞ്ച് തള്ളുകയാണ്. എന്നാൽ മരിച്ചതിന് തെളിവൊന്നും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇപ്പൊ തെളിവില്ലാത്ത ഒരു കേസിൽ ഉൾപ്പെടുത്തി അത് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പം ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ 24 കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. 24ന്റെ അന്വേഷണത്തിൽ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ എന്തായാലും
അപ്പൊ കൊല്ലപ്പെട്ട ചാക്കോയുടെ മകൻ ഈ 24 ന്യൂസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. എന്താ വെച്ചാല് സ്വന്തം അച്ഛനെയാണല്ലോ വധിച്ചത്. അങ്ങനെ വധിച്ച ആ ഒരു പുള്ളിയെ, അതായത് ഈ സുകുമാരക്കുറുപ്പിനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്ന് എന്തായാലും അവർക്കും ഉണ്ടാവും. സ്വന്തം മകനാണല്ലോ, ഏത് വിധേനയും കണ്ടെത്തുക, സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തുക എന്നുള്ളത് പുള്ളിയുടെയും കൂടെ ആവശ്യമാണ്. സ്വന്തം അച്ഛനെ വധിച്ചതിന് ശേഷം ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങനെ പാട്ടും പാടി നടക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും സുകുമാരക്കുറുപ്പിനെ അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ഇപ്പൊ സ്ഥിരീകരണം ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നീലക്കുറിഞ്ഞു പൂക്കുന്നത് പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ന്യൂസുകളൊക്കെ സുകുമാരക്കുറുപ്പിനെ കുറിച്ച് വരാറുണ്ട്. അതുപോലെ ഇപ്പം ബ്രൂണോയിലാണ് സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തിയതായിട്ട് പറയുന്നത്. ബ്രൂണോയിൽ ഒരു ഫാമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് 24 ന്യൂസ് കണ്ടെത്തിയത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം വാലിഡാണ്. എന്തുകൊണ്ട് അവർ ഇതുവരെ നോക്കിയിരുന്നു? സുകുമാരക്കുറുപ്പാണെന്ന് ഇവർക്ക് സംശയം തോന്നിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് ഇന്റർപോളിനെയോ അല്ലെങ്കിൽ പോലീസിനെയോ, കേരളത്തിലെ പോലീസിനെയോ ഒക്കെ അറിയിച്ചിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ അവിടെ എത്തിയിട്ടാണെങ്കിലും അവരത് കണ്ടുപിടിച്ചേനെ. കേസ് ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ ഇത് സുകുമാരക്കുറുപ്പാണ് എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയുടെ ഫോട്ടോ കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനകത്തൊരു ചെറിയ സംശയമൊക്കെ തോന്നുന്നത്. സംശയമാണ്, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് പറയുന്നത് തന്നെ ഇപ്പൊ ഒരു 80 വയസ്സിന് മേളിലായി കാണും എന്നാണ് പറയുന്നത് സുകുമാരക്കുറുപ്പിന്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഫോട്ടോ ആണോ അത്? അല്ല, ഇപ്പോഴത്തെ കാലമല്ലേ, പറയാൻ പറ്റത്തില്ല. പ്രായമൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. ആരോഗ്യം ഉണ്ടാവും, ചിലപ്പോൾ ആരോഗ്യം ഉണ്ടാവും, പറയാൻ പറ്റില്ല. ചാക്കോയുടെ മകൻ ജിതിൻ ചാക്കോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, നമുക്കാവുന്ന കേൾക്കാം. അത് വളരെ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും പല കാര്യങ്ങൾ കേൾക്കുന്നതല്ലാതെ ഇതുവരെ ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന്റെ ഒരു കറക്റ്റ് ഒരു നടപടി എന്ന് പറയുന്ന കാര്യങ്ങൾ, അവനെ പിടിച്ചു അല്ലെങ്കിൽ ഇതാന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ കേൾക്കാൻ സാധിച്ചിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ഓരോ വാർത്തകൾ വരുന്നതല്ലാതെ അതിൽ വേറൊരു ഇതും ഞങ്ങൾക്കൊരു ഹോപ്പും ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ഒരു കാര്യത്തില്. ജിതിൻ, ഒരു മനുഷ്യന് സകലമായ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് അങ്ങനെ ദീർഘനാൾ ജീവിക്കാൻ കഴിയില്ല. നേരത്തെ അന്വേഷിച്ച അലി അക്ബർ പറയുന്നുണ്ടായിരുന്നു ഇയാൾക്ക് കൃത്യമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ പിന്തുണ തുടരുന്നില്ലെന്ന് ആർക്കറിയാം ജിതിൻ? പിന്തുണ ഉണ്ടാവുന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയാം. കാര്യം എന്ന് പറഞ്ഞാൽ അല്ല പിന്നെ ഇങ്ങനെ ഒരാൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനും ഇങ്ങനെ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ പ്ലാനിങ്ങും ചെയ്തിട്ട് തന്നെ ആയിരിക്കുമല്ലോ, രക്ഷപ്പെടാനുള്ള എല്ലാ പ്ലാനിങ്ങും ചെയ്തിട്ട് തന്നെ ആയിരിക്കുമല്ലോ പുള്ളി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പൊ അത് പുള്ളി ഒറ്റയ്ക്കായിരിക്കത്തില്ല. അതിനുള്ള പിന്തുണയും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ഉണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. ഈ സുകുമാരക്കുറുപ്പിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പഴുതുകളും ഉണ്ടാക്കി കൊടുത്തത് നല്ല ഹൈ ലെവൽ എങ്ങാണ്ട് പിടുത്തം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്ത് ഹാഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട്, ആർക്കും ആരെയും കബളിപ്പിച്ച് അധിക കാലം ഒന്നും മാറി നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കളിപ്പിച്ചോട് നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അത് സത്യമായ കാര്യമാണ്. പക്ഷെ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കണ്ടുപിടിച്ച ആൾ സുകുമാരക്കുറുപ്പ് ആണെങ്കിൽ, എന്നിട്ട് പോലെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഫാമിൽ ഇപ്പോൾ സുകുമാരക്കുറുപ്പ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ സുകുമാരക്കുറുപ്പെന്ന് സംശയിക്കുന്ന ആൾ ഇപ്പോൾ ആ ഫാമിൽ ഇല്ല എന്നും കൂടി പറയുന്നുണ്ട്. ആ ഫാമിൽ ഇപ്പം വർക്കേഴ്സായ ആൾക്കാർ മാത്രം എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം വരെ ആ ഫാമിൽ ഈ ആൾ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആ ആളിനെ കാണുന്നില്ല എന്നും പറയുന്നുണ്ട്. 1984 താങ്കൾക്ക് താങ്കളുടെ പിതാവിന് നഷ്ടപ്പെട്ടതാണ് ഈ ക്രൂരൻ കാരണം. ഇയാൾ സാമ്പത്തിക ആർത്തി കാരണം ചെയ്ത ഒരു അക്രമമായിരുന്നല്ലോ, ഒരു കൊലപാതകമായിരുന്നല്ലോ അത്. ജിതിൻ, ഇയാൾ ഉപയോഗിക്കുന്ന ഒരു ചൈനക്കാരന്റെ നമ്പറിൽ നിന്നും ഇയാൾ കൃത്യമായി ബന്ധുക്കൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അയാളുടെ ഭാര്യയോട് അയാൾ സംസാരിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ പോകുന്നു. ജിതിൻ, അതെ, ഇത് എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നല്ല ഞങ്ങള് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. അങ്ങനെ ഒരു സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷെ എത്രത്തോളം ഇതാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇത് അറിയാൻ മേലാത്തൊരു കാര്യം. സ്വന്തം പിതാവിനെയാണ് ഇങ്ങനെ ക്രൂരമായി ഈ സുകുമാരക്കുറുപ്പ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സുകുമാരക്കുറുപ്പിനെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ നൽകണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് ഈ പറഞ്ഞ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ അന്വേഷിച്ച ശേഷം ഇതൊരു DYSP ലെവലിൽ അല്ലെങ്കിൽ SP ലെവലിൽ അന്വേഷിക്കേണ്ട കേസാണല്ലോ. അപ്പൊ അങ്ങനെയല്ലേ ആ കേസിന്റെ അന്വേഷണം വരുന്നത്. അത് തന്നെയല്ല, ഇപ്പോഴേ ഇതിനകത്ത് എന്തായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ആ ഫോട്ടോ, സുകുമാരക്കുറുപ്പിന്റെ ഫോട്ടോ എന്ന് വെച്ച് നോക്കിക്കേ. സുകുമാരക്കുറുപ്പിന് ഇപ്പോഴേ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് അനുസരിച്ച് 1943 ഡേറ്റ് ഓഫ് ബർത്ത്. അന്ന് പിടിച്ചെടുത്ത 1943. അപ്പൊ ഇപ്പം 83 വയസ്സുണ്ട്. ആ പാസ്പോർട്ടിലെ നമ്മുടെ അന്വേഷണത്തിൽ 2-3 വയസ്സ് അയാൾ കുറച്ചാണ് വെച്ചിരുന്നത്. അപ്പോൾ ഒരു 43 എന്നുള്ളത് 40-41 ആകാം. അപ്പം ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ 86 വയസ്സ് കഴിയും. ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന ആൾക്ക് വയസ്സ് എത്രയുണ്ട് എന്ന് നോക്കിക്കേ. അത്
ഇങ്ങനെ ധാരാളം ആൾക്കാരെ ഞങ്ങൾ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഞാൻ റിട്ടയർ ചെയ്ത ശേഷം ഒത്തിരി പേരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ അവിടെ ഇവിടെ ഇട്ടു. ഒരു 4-5 ദിവസമൊക്കെ പോലീസ് സ്റ്റേഷനിൽ കിടന്നതിൽ ഇങ്ങനെ ധാരാളം ബിറ്ററായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പുള്ളി ചോദിക്കുന്ന ഒരു കാര്യം കറക്റ്റ് ആണ്. ഇത് ജോർജ് ജോസഫ് ആണ്, റിട്ടയർഡ് SP ആണ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, അന്വേഷിച്ച ആളുമാണ്. പറയുന്നത് ഈ ഫോട്ടോ നോക്കൂ, 86 വയസ്സുള്ള, അല്ലെങ്കിൽ പോട്ടെ 3 വയസ്സ് കുറച്ച് 82 അല്ലെങ്കിൽ 80 വയസ്സുള്ള ഒരാളുടെ ഇതുപോലെയാണോ ആ ഫോട്ടോ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ആൾ ഇരിക്കുന്നത്, ഞാനും അതാണ് ചോദിച്ചത്. ഒരു 82 വയസ്സുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുമോ? ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് പുള്ളിയെ കണ്ട ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടോ ഒന്നും നമുക്ക് തോന്നുന്നില്ല. സുകുമാരക്കുറുപ്പ് ആണ് എന്നുള്ള സംശയത്തിലാണ് ഈ ഫോട്ടോ എടുത്ത് എല്ലാവരും ഇപ്പം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് സുകുമാരക്കുറുപ്പാണോ, ഇനി വേറെ വല്ല കേസിലും പിടികിട്ട പുള്ളിയായിട്ട് പെട്ടുപോയ ഒരാളാണോ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്ന് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോയപ്പോൾ ഒരുപാട് നിഗൂഢതകൾ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം പുള്ളി ആരോടും അധികം സംസാരിക്കാറില്ല, എവിടെയാണ് താമസിക്കുന്നത് അധികം ആരോടും പറയാറില്ല, ആരുമായിട്ടും അധികം ബന്ധം കൂടാൻ പോയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അയൽവക്കത്തുള്ളവരുമായിട്ട് പോലും അധികം ബന്ധം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സുകുമാരക്കുറുപ്പാണെന്ന് പറഞ്ഞ് ഇപ്പൊ കാണിക്കുന്നുണ്ടെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും കേസിലെ പിടികിട്ടാ പുള്ളി ആണോ എന്ന് പോലും നമുക്ക് സംശയിക്കാം. ഈ റിട്ടയർഡ് SP പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അന്വേഷിച്ചു പോയിട്ടുണ്ട്, പക്ഷെ എന്നും തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് രത്നമ്മ. അത് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൽ വെച്ച് അവിടെ വെച്ച് തിരിച്ചറിഞ്ഞ ശേഷം ഈ സുകുമാരക്കുറുപ്പാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. അതിനുശേഷം DYSP എന്റെ കൂടെ ഉണ്ടായിരുന്ന DYS ഗോവിന്ദൻകുട്ടി അവിടെ പോയി ഈ ഡോക്ടറെ കണ്ട് 12 ദിവസം അവിടെ ICUവിനകത്ത് കിടന്നതാണ്. ഈ മരിച്ചു എന്ന് അങ്ങടക്കമുള്ള അന്വേഷണ സംഘം നിഗമനത്തിലെത്തിയത് എങ്ങനെയായിരുന്നു ശ്രീ ജോർജ് ജോസഫ്? അത് പറഞ്ഞുതരാം. അത് 14/1/1990 റൂക്ക് നാരായൺപൂർ എന്ന ആശുപത്രിയിലെ അവിടെ വെച്ചാണ് അയാള് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നത്. അന്നോ അതിന്റെ പിറ്റേ ദിവസം മരിച്ചിട്ടുണ്ട്. അവിടെ ഇയാളൊരു ഔട്ട് പേഷ്യന്റ് OP ടിക്കറ്റ് എടുത്തു. അപ്പൊ അതിനു മുമ്പ് നമ്മളൊരു കാര്യം, രക്തമ്മ കണ്ടിരിക്കുന്നത് 89 അത് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൽ വെച്ച്. ഞാൻ പറഞ്ഞത് അയാൾ മരിച്ചിട്ടുണ്ടാകാമെന്ന അസംഷനാണ് അല്ലേ? അല്ല, അസംഷൻ അല്ല, കണ്ടതല്ലേ. ആര് കണ്ടു? അല്ല പറയണൊക്കെ അത് ആള് 24 hours കൂടി സർവൈവ് ചെയ്യില്ലെന്ന് അയാളെ 12 ദിവസം ട്രീറ്റ് ചെയ്ത ഡോക്ടറാണ് പറയുന്നത്. കാരണം അയാളെ ICUവിനകത്ത് കയറ്റാൻ അയാൾ സമ്മതിക്കത്തില്ല. അവസാനം കണ്ടിരിക്കുന്ന സ്ഥലത്ത് അയാൾ ഒരു OP ടിക്കറ്റ് എടുത്ത് 24 hours കൂടി സർവൈവ് ചെയ്യില്ലെന്ന് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 12 ദിവസത്തോളം ICUവിൽ കിടന്ന ആളാണ് ഈ പറഞ്ഞ സുകുമാരക്കുറുപ്പ്. 24 മണിക്കൂർ പോലും കടക്കില്ല, 24 മണിക്കൂർ പോലും ഇനി ജീവിതം മുന്നോട്ട് പോകത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആളാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സുകുമാരക്കുറുപ്പ് മരണപ്പെട്ടിരിക്കാമെന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ചുരുക്കം പറഞ്ഞാല് 24 നടത്തിയിരിക്കുന്ന വലിയൊരു ബ്രേക്കിംഗ് തന്നെയാണ്, വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഇതിപ്പോ ആരാണ് എന്നുള്ളതാണ്, ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ആള് ആരാണ് എന്നുള്ളതാണ് ഇനി തെളിയേണ്ടത്. വലിയൊരു ബിഗ് ബ്രേക്കിംഗ് തന്നെയാണ് എല്ലാവരുടെയും. ഇപ്പം ഈ 24 hourനുള്ളിൽ മരിച്ചു എന്ന് അവർ പറയുന്നുണ്ട്, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. മൃതദേഹം പക്ഷെ ആരും കണ്ടിട്ടില്ല, ഇതുവരെയും ആരും കണ്ടിട്ടില്ല സുകുമാരക്കുറുപ്പിന്റെ. അത് അന്വേഷണ ഉദ്യോഗസ്ഥരും കണ്ടിട്ടില്ല, ബാക്കിയുള്ള വേറെ മറ്റാരും കണ്ടിട്ടില്ല. പലരും പറയുന്നുണ്ട് പിന്നെ വീട്ടുകാരൊക്കെ അറിഞ്ഞു മരിച്ചു എന്നുള്ളതൊക്കെ വീട്ടുകാർക്ക് അറിവുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വെളിയിൽ ഓരോരുത്തർ പറയുന്നുണ്ട്. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടത് 3-4 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന സുകുമാരക്കുറുപ്പിനെ പിടിക്കും, അതുപോലെ തന്നെ അത് വെളിയിൽ വിടാൻ പറ്റത്തില്ല, അപ്പം ഒരുപാടൊന്നും രഹസ്യങ്ങളൊന്നും വെളിയിൽ വിടാൻ പറ്റത്തില്ല, 4 ദിവസത്തിനുള്ളിൽ ഈ പുള്ളിയെ തൂക്കിയിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം പല കാര്യങ്ങളും പറയാനുണ്ട്. അന്വേഷണത്തിൽ കൃത്യമായി തെളിഞ്ഞിരിക്കുന്നത് ഇത് സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് പറയുന്ന ഒരു വിഭാഗം വേറെയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അങ്ങനെയുള്ള വീഡിയോസും ഇറങ്ങുന്നുണ്ട്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് ആണ്. 4.5 പതിറ്റാണ്ടായി പോലീസിനെ കബളിപ്പിച്ച് കാണാമറയത്തുള്ള സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നതായുള്ള സംശയം ഇപ്പോൾ പുറത്തുവരുന്നു. സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ജീവിച്ചിരിക്കുന്നതായുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഒരു സൈബർ വിദഗ്ധൻ നടത്തിയ അന്വേഷണത്തിലാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അദ്ദേഹവുമായി രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയെ കൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു വയോധികനായാണ് ഇപ്പോൾ അവിടെ നിരീക്ഷണത്തിലുള്ളത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടത്തുന്നുണ്ട്. 4.5 പതിറ്റാണ്ടായി സുകുമാരക്കുറുപ്പിനെ തേടിയുള്ള അന്വേഷണത്തിലായിരുന്നു കേരള പോലീസ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അന്വേഷിച്ചു. പലതരത്തിലുള്ള സൂചനകൾ പല ഘട്ടങ്ങളിൽ പുറത്തു വന്നെങ്കിലും സുകുമാരക്കുറുപ്പ് കാണാമറയത്ത് തന്നെയാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നതുപോലും വലിയ സംശയമായി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു വലിയ ക്ലൂ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഒരു സംശയത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് എന്നാണ്
ഇവിടെ പറയുന്നത്. അപ്പോഴാണ് ഞാൻ മറ്റൊരു പോസ്റ്റ് കണ്ടത്. മാതൃഭൂമിയിൽ വന്നൊരു പോസ്റ്റാണ്. സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ടെന്ന വാർത്ത സ്ഥിരീകരണമില്ലെന്ന് കേരള പോലീസ്. ഇപ്പൊ 2 മണിക്കൂർ മുന്നേ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് 2 മണിക്കൂർ മുന്നേ മാതൃഭൂമിയിൽ വന്നതാണ്. അപ്പൊ എന്തായാലും ഇതൊന്നും ഉറപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആ ഫോട്ടോയും നമ്മുടെ സുകുമാരക്കുറുപ്പിന്റെ പഴയ ഫോട്ടോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സാദൃശ്യമൊക്കെ തോന്നും. പക്ഷെ അത് സുകുമാരക്കുറുപ്പ് ആണോ എന്ന് വിശ്വസിക്കാൻ നമുക്കും ബുദ്ധിമുട്ടുണ്ട്. 83 വയസ്സുള്ള ഒരു വ്യക്തി, അതും 24 മണിക്കൂറിനുള്ളിൽ മരിച്ചു പോകുന്നു ഡോക്ടർമാർ വിധി എഴുതിയ വ്യക്തി, ഇത്രയും അന്വേഷണ സംഘങ്ങൾ ഓടി നടന്ന് തപ്പിയിട്ട് പോലും എല്ലാ സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലുമായിട്ട് സുകുമാരക്കുറുപ്പിന് വേണ്ടി അന്വേഷണം നടത്തിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്ന വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ ഇത് സുകുമാരക്കുറുപ്പാണെന്നും എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതിന്റെ പുറകിലൊക്കെ വലിയ വലിയ കളികളൊക്കെ ഉണ്ടായിരിക്കും, വലിയ രാഷ്ട്രീയ കളികൾ, അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല ഗെയിമുകൾ, ഇതൊക്കെ പണ്ടേ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു ഗെയിം നടന്നിരിക്കാം. ചിലപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ മരിച്ചു പോകുമെന്ന് ഡോക്ടർ വിധി എഴുതി എന്ന് പറയുന്നു. അങ്ങനെ ആണെങ്കിൽ തന്നെ അവിടെയും ചിലപ്പം ചില മാൻ പവേഴ്സ് ഉപയോഗിച്ചിരിക്കാം. അപ്പൊ ആ ഡോക്ടർമാർ ചിലപ്പോൾ കള്ളത്തരം പറഞ്ഞിരിക്കാം. അപ്പൊ അങ്ങനെ പല സംശയങ്ങളും നമുക്കുണ്ടാവും. അങ്ങനെ ഇത് സുകുമാരക്കുറുപ്പാണെന്ന് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്ത് സുകുമാരക്കുറുപ്പാണെന്ന് ഈ പറയുന്ന ആള് സമ്മതിച്ചു കഴിഞ്ഞാൽ അന്ന് 24 മണിക്കൂർ മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഡോക്ടർ ഉൾപ്പെടെ എല്ലാവരും സുകുമാരക്കുറുപ്പിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതാണ് ഇന്നത്തെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പോഴും ആ ന്യൂസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ പിടിയിലാകും എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുവരെയും പിടിച്ചിട്ടില്ല. സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ എന്തായാലും ആ ഫാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫാമിൽ പോലും ഈ ആള് പോകുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ ഇനി സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ഈ ന്യൂസ് ഒക്കെ എവിടെന്നെങ്കിലും ഒക്കെ ഇരുന്ന് കണ്ട് ചിരിക്കുമായിരിക്കും ചിലപ്പോൾ. എന്നെ എന്നാ പിടിക്കടാ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അഥവാ മരിച്ചിരിക്കാം. ഈ പറഞ്ഞ പോലെ റിയൽ ആണെങ്കിൽ, ഡോക്ടർ പറഞ്ഞത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ആള് മരിച്ചിരിക്കാം. അപ്പം വെള്ളത്തിൽ വരച്ച വരയെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല, അതുപോലൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം പോലീസ് എന്തായാലും ഇനി ഇതിന്റെ പുറകിൽ പോയിട്ട് കാര്യമില്ല, ചുമ്മാ എന്തിനാണ് സുകുമാരക്കുറുപ്പിന്റെ പുറകിൽ പോയിട്ട് സമയം കളയുന്നത്, ഇത്രയും കാശ് മുടക്കി ചുമ്മാ പോയിട്ട് എവിടെ കണ്ടെന്ന് പറഞ്ഞാലും അവിടെ എല്ലാം ഈ പോകുന്നതിന് മുതൽ മുടക്കുണ്ടല്ലോ. അപ്പൊ അതൊന്നും വേണ്ട. അതുകൊണ്ടായിരിക്കാം ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചത്. എന്തായാലും ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചപ്പം ഇങ്ങനെ വലിയ ബിഗ് ബ്രേക്കിംഗും വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇനി മുന്നോട്ട് എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.